ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. മറ്റുള്ള സ്ഥലത്ത് മറ്റുള്ള രീതിക്കായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. ഒരു 4 സബോള എടുക്കും, ഒരു 3 തക്കാളിയൊക്കെ എടുക്കും കേട്ടോ. എന്നിട്ട് സബോള നല്ല കുനുകുനാന്ന് അരിഞ്ഞ് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും ഞാനിടും കേട്ടോ. നല്ലോണം പൊട്ടി വന്ന ശേഷം നമുക്ക് സബോള ഇട്ട് നല്ലപോലെ വഴണ്ട് വരണം. പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ ആഡ് ചെയ്യും കേട്ടോ. രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ വഴണ്ട് വന്ന ശേഷം തക്കാളി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അത് നല്ലപോലെ വെന്ത് വരുമ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, മല്ലിയില അരച്ച പേസ്റ്റായിരുന്നു ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വഴണ്ട് വന്ന ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ വറക്കണം കേട്ടോ. ബ്രൗണിഷ് കളറാവുന്നവരെ വറുത്തിട്ട് ചിക്കൻ ഞാൻ നേരത്തെ കഴുകി വെച്ചപ്പോൾ തന്നെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാവേ. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ ചിക്കൻ കറി അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അങ്ങനെ വറ്റാനുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാനതിൽ ചെറിയുള്ളി നല്ലപോലെ വെളിച്ചെണ്ണയിൽ വഴട്ടി ഞാൻ അതിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാം കേട്ടോ. നല്ല അടിപൊളി ചൂട് ചോറും ചിക്കൻ കറിയും.